എല്ലാ പ്രാർത്ഥനാശംസകളും നേരുകയാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വിശുദ്ധമായ പദ്ധതിക്ക് മുമ്പിൽ തലകുനിച്ച് ആ വലിയ പദ്ധതിയെ സ്വീകരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹങ്ങളുടെ ഒരു പൂക്കാലം ഞാൻ നേരുകയാണ്. എല്ലാ നന്മകളും വിവാഹ ജീവിതത്തിൽ, ആ വിശുദ്ധമായ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാനിന്നിവിടെ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വിവാഹ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ച്. കുടുംബജീവിതത്തിൻ്റെ ആധ്യാത്മികത, ദൈവത്തിൻ്റെ പദ്ധതികളെ കുറിച്ചുള്ള ഒരു വിവരണമാണ് പ്രത്യേകമായിട്ട് ഞാൻ ഉദ്ദേശിക്കുക. വിവാഹ ജീവിതത്തെക്കുറിച്ച് അത് ഏറ്റവും ഉന്നതമായ ഒരു വിളിയാണെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്ന വലിയൊരു അനുഭവമുണ്ട്. ദൈവത്തിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതികരമായ 3 കാര്യങ്ങളിൽ ഒന്ന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര ലയമാണ്. പ്രഭാഷകന്റെ പുസ്തകം 25-ാമത്തെ അധ്യായം 1-ാം വാക്യം. അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. സഹോദരങ്ങൾ തമ്മിലുള്ള യോജിപ്പ്, അയൽപക്കക്കാർ തമ്മിലുള്ള പരസ്പര ബന്ധം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര ലയം. അപ്പോൾ ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ അല്ലെങ്കിൽ ദൃഷ്ടിയിൽ പ്രീതികരമായത് അതിലൊന്ന് വിവാഹ ജീവിതത്തെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധമാണ്. അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എത്രമാത്രം വിശിഷ്ടവും വിശുദ്ധവുമാണ് വിവാഹ ജീവിതം. ആ വിവാഹ ജീവിതത്തിൽ ആയിരിക്കുന്നവർ അല്ലെങ്കിൽ പ്രവേശിക്കുന്നവർ എത്രമാത്രം തീവ്രമായ ആത്മീയ ബോധ്യത്തോടും കൂടിയാണ് ആകണം അതിൽ നിലനിൽക്കാൻ. ഇതേക്കുറിച്ചുള്ള ഒരു വിശാലമായ ചിന്തയാണ് ഏതാനും കുറച്ച് നേരത്തേക്ക് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത്. ദൈവത്തിന്റെ പദ്ധതി അത് നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്. ഓരോരുത്തരെയും ഉദ്ദേശിച്ചാണ്. ജെറമ്യായുടെ പ്രവചനം 29-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി അത് നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്, ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളെ കുറിച്ചുള്ളത് ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 24-ാമത്തെ അധ്യായം 50-ാമത്തെ തിരുവചനം. അവിടെ അബ്രാഹത്തിന്റെ ദാസനോട് റബേക്കായുടെ അപ്പൻ ബത്തുവേലും സഹോദരൻ ലാബാനും ചേർന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ്, കുറവോ കുറ്റമോ പറയാൻ ഞങ്ങളായി. ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ്, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. വിവാഹ ജീവിതം, സഹോദര നിന്നെ കുറിച്ച്, സഹോദരി നിന്നെ കുറിച്ച്, ഇന്ന് നിങ്ങൾ ഒന്നാകുന്നതിനെ കുറിച്ചുള്ളത് ദൈവത്തിന്റെ മനോഹരമായ ഒരു പദ്ധതിയാണ്. അത് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. ഞാൻ മൊത്തത്തിൽ ചുരുക്കി പറയുമ്പോൾ ഇത് വിവാഹ ജീവിതം ദൈവികമായിട്ടുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. അങ്ങനെ പ്രവേശിക്കുമ്പോൾ എത്രമാത്രം ഒരുങ്ങി വേണം, എത്രമാത്രം ഉദാത്തമായ ചിന്തയോടെ ആകണം ആ ജീവിതത്തിന്റെ വിശുദ്ധമായ വഴിത്താരകളിലൂടെ യാത്ര ചെയ്യേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരമായ ധ്യാനാത്മക ചിന്തയായിട്ട് നിങ്ങളെ ഈ സംസാരത്തെ എടുക്കണമെന്നുള്ളതാണ്. ദൈവമാണ് ഒരു പുരുഷനെ, സ്ത്രീയെ വിവാഹ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ അത് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തില് 26-27 വചനങ്ങളിൽ ഇത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ദൈവം ആദിയില് മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. അവരെ ഒന്നാക്കി തീർത്തത് ദൈവത്തിന്റെ പദ്ധതിയാണ്. 2 വിവരണങ്ങളുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. 1-ാമത്തെ അധ്യായം 26 വാക്യങ്ങളിലും ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 വാക്യങ്ങളിലും. 2-ാമത്തെ അധ്യായത്തില് കുറച്ചുകൂടി വ്യക്തമായി പറയുന്ന മനോഹരമായ ഒരു സംഗതി, ദൈവം എല്ലാം സൃഷ്ടി ചെയ്തു, 7-ാം ദിവസം വിശ്രമിച്ചു. 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി 7-ാം ദിവസം വിശ്രമിച്ചു. ഓരോ സൃഷ്ടി നടത്തി കഴിയുമ്പോഴും പറയുന്ന ഒരു വചനം എല്ലാം നന്നായിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ പുരുഷനെ സൃഷ്ടിച്ച ശേഷം അവിടുന്ന് പറയുന്നു, ഇവൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കി അവന് ചേർന്ന ഒരു ഇണയെ
അവന്റെ സ്വഭാവത്തോട് ചേർന്ന, അവന്റെ രൂപമുള്ള, അവന്റെ ഭംഗിയുള്ള, അവനെ പോലെ ചിന്തിക്കുന്ന ദൈവത്തിന്റെ ആ സൃഷ്ടികർമ്മത്തിന്റെ മഹത്വം ആമോറിസ് ലെറ്റീച്ചിയ എന്ന സിനഡാനന്തര അപ്പസ്തോലിക ആഹ്വാനമുണ്ട്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ. നിങ്ങൾ ഈ പുസ്തകം കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. കുടുംബത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. ആധ്യാത്മികതയെ കുറിച്ച് വ്യക്തമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാലഘട്ടത്തിന്റെ ശക്തനായ ഒരു പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇതിന്റെ കോപ്പി ഒന്ന് സ്വന്തമാക്കുന്നത് നല്ലതാണ്. ഒരു വലിയ ആധ്യാത്മിക വായനയ്ക്ക് ഇത് ഉപകരിക്കും. നിങ്ങളുടെ കുടുംബജീവിതത്തെ വിശദീകരിക്കും. അവിടെ ഈ പുസ്തകത്തിലെ ആഹ്വാനം കുടുംബജീവിതത്തെ കുറിച്ച് പറയുന്നു. ചില പാരഗ്രാഫുകളിൽ വളരെ വ്യക്തമായി ദൈവത്തിന്റെ സ്വഭാവം, ആ സ്വഭാവം അതാണ് പുരുഷനും സ്ത്രീയുമായി ആയിരിക്കുന്നത് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇതേക്കുറിച്ച് വീണ്ടും സൂചിപ്പിച്ചുകൊള്ളാം. എന്നിരുന്നാൽ തന്നെയും സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു, അവരെ ഒന്നാക്കി തീർത്തു ദൈവം, കുടുംബമാക്കി തീർത്തു ദൈവം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അവരെ ഒന്നാക്കി തീർത്തു ദൈവം, കുടുംബമാക്കി തീർത്തു. അങ്ങനെ കുടുംബമാക്കി തീർക്കുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ്. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണമെങ്കിൽ ദൈവികമായ ചൈതന്യം, ദൈവത്തിന്റെ ഇടപെടലുകൾ, ദൈവത്തിന്റെ സാന്നിധ്യം ആവശ്യമാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ ഉത്തരവാദിത്തം, അവർ കൊടുക്കുന്ന ഉത്തരവാദിത്തത്തിൽ പങ്കുകാരാണ്. പ്രത്യക്ഷമായി അല്ലെങ്കിൽ പ്രത്യേകമായി സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കുക. ദൈവത്തിന്റെ ഒരു ജോലിയാണ് സൃഷ്ടികർമ്മം. ആ സൃഷ്ടികർമ്മത്തിൽ ഇന്ന് ദൈവം പുരുഷനെയും സ്ത്രീയെയും അവരെ ഒന്നാക്കി തീർത്ത് അവർക്ക് ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമേൽപ്പിക്കുകയാണ്. അപ്പോ സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കാൻ. അടുത്തത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി. നമുക്കറിയാം ദൈവം ത്രിയേകതയുള്ള പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി. ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നത് പോലെ പരസ്പരം സ്നേഹത്തിൽ, ഭാര്യാഭർത്തൃബന്ധം സ്നേഹത്തിൽ ഒന്നിച്ച്, അവിടെ ഒരു തകർക്കപ്പെടലില്ല, മുറിക്കപ്പെടല, അവർ ഒന്നാണ്, ഒന്നിച്ച് ആ തൃത്വൈക ദൈവത്തിന്റെ സ്നേഹക്കൂട്ടായ്മ എങ്ങനെയോ അങ്ങനെ ആയിരിക്കാൻ, സൃഷ്ടികർമ്മത്തിൽ പങ്കുപറ്റി പരസ്പരം സ്നേഹിക്കാൻ ഉള്ള വലിയ ഒരു ഉത്തരവാദിത്വം, വിളിയാണ്. അതുകൊണ്ടാണ് അച്ഛൻ ആദ്യം പറഞ്ഞു ഉന്നതമായ വിളിയാണ് വിവാഹത്തിലേക്കുള്ള വിളിയെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് മറ്റേത് ജീവിതാന്തസ്സുകളെ പോലെ സന്യാസത്തിലേക്ക്, പൗരോഹിത്യത്തിലേക്ക് എന്ന പോലെ തന്നെ കുടുംബജീവിതത്തിലേക്ക് ദൈവം വിളിക്കുന്നതാണ്. ഞാനിത് പറഞ്ഞു വെക്കുന്നത്, ഇത് ദൈവത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ട ഇടമാണ്. ഇത് ദൈവിക സംവിധാനമാണ്. മനുഷ്യന്റെ ആരുടെയും പ്രയത്നമോ കണ്ടുമുട്ടലോ അവന്റെ കഴിവോ ഗുണമോ ഒന്നുമല്ല. സാമ്പത്തികമോ അവസ്ഥകളോ ജോലിക്കാര്യങ്ങളൊന്നും ഒന്നും വെച്ച് വിവാഹത്തെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് ദൈവം നൽകുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 4 തുടങ്ങിയിട്ടുള്ള തിരുവചനങ്ങളിൽ വിവാഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്? അപ്പോൾ ഈശോ പറയുന്നുണ്ട്, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും എന്റെ ഉപദേശം ശ്രവിക്കുന്നില്ല. അപ്പൊ വിവാഹത്തിലേക്കുള്ളത് വിളി കിട്ടിയവർക്കുള്ളതാണ് എന്നാണ്. പ്രത്യേകമായി വിളി ലഭിച്ചവർക്കല്ലാതെ ആർക്കും വിവാഹത്തിൽ ആയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ വിളിയാണ്. ദൈവം ഇടപെടേണ്ട ഒരു മേഖലയാണ്. ഓരോ പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും പ്രദോഷത്തിലും ജീവന്റെ ഓരോ അണുവിലും ദൈവത്തിന്റെ വ്യക്തിപരമായ പ്രത്യക്ഷത്തിലുള്ള ഇടപാടുണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ എന്ന് പറയാനും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കാലഘട്ടത്തിൽ മക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ചിന്തിക്കണം, പ്രാർത്ഥിക്കണം, ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ജീവിതം 1, 2, 3, 4 വർഷത്തേക്കുള്ളതല്ല, മരണം വരെ. നിങ്ങളുടെ വിവാഹ ജീവിതത്തില് അതിന്റെ ആരംഭത്തിൽ ശുദ്ധ ദേവാലയത്തിൽ സുവിശേഷത്തിൽ കൈചേർത്ത് വെച്ച് നിങ്ങൾ ചൊല്ലും, ഇന്നു മുതൽ മരണം വരെ, until the last breath of your life. അതാണ് ആ മരണം വരെയുള്ള ജീവിതമായതുകൊണ്ടാണ്. ഇത് ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കൂ. അതുകൊണ്ടാണ് വളരെ വിശാലമായിട്ട് ഈ ഒരു ധ്യാനം നിങ്ങൾക്ക് പങ്കുവയ്ക്കും.
കുടുംബജീവിതത്തെ വളരെ കാര്യമായിട്ടാണ് ദൈവം പരിഗണിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ മാർപ്പാപ്പ അത് വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ അധ്യായം മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ കുടുംബജീവിതത്തെ കുറിച്ച് വിശാലമായി പറഞ്ഞു വെക്കുക. അവിടെ ആദത്തിന്റെയും ഹവ്വായുടെയും കുടുംബജീവിതം ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങൾ ആരംഭിക്കുന്നു. പിന്നീട് ധാരാളം അബ്രാഹത്തിന്റെ കുടുംബം, യാക്കോബിന്റെ കുടുംബം, ഇസ്ഹാക്കിന്റെ കുടുംബം, സാമുവേലിന്റെ കുടുംബം, സാമുവേൽ അപ്പൻ, എൽക്കാന, അമ്മ ഹന്ന, പല കുടുംബങ്ങൾ ഇങ്ങനെ വന്ന പുതിയ നിയമത്തില് ഈശോ കുടുംബത്തിൽ അതേക്കുറിച്ച് വീണ്ടും പറയാം. അവസാനം കുഞ്ഞാടിന്റെയും മണവാട്ടിയുടെയും വിവാഹ വിരുന്നിനെ സംബന്ധിച്ച് വെളിപാടിൽ പറയുന്നു. അങ്ങനെ ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായം മുതൽ വെളിപാട് വരെയുള്ള ആ പുസ്തകങ്ങൾ, തിരുവചനങ്ങൾ, ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ കുടുംബജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആദത്തിന്റെ ഹവ്വായുടെ കുടുംബം, ഇനിയിപ്പോ അല്ലെങ്കിൽ നോഹയുടെ കാലത്ത് പ്രളയം വന്നപ്പോൾ ദൈവം നോഹയുടെ കുടുംബത്തെ ഓർത്തു. കുടുംബത്തെ കുറിച്ചുള്ള ഒരു സൂചനയാണ്. അപ്പൊ ദൈവത്തിന്റെ ഇടപാട് അല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടാകുന്നു. അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാ നോഹയെ ഓർക്കുന്നു ദൈവം. വീണ്ടും ഈശോ തന്റെ ജീവിതം ആരംഭിക്കുന്ന ഭൂമിയിൽ ഒരു കുടുംബത്തിൽ വന്ന് പിറന്നുകൊണ്ടാണ്. ഒരു കുടുംബത്തിൽ വന്ന് പിറന്നുകൊണ്ടാണ് കുടുംബം. വീണ്ടും അവൻ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത് കാനായിലെ ഒരു കല്യാണ വിരുന്നിൽ വെച്ചാൽ. അപ്പൊ സന്തോഷങ്ങളോടുകൂടെ, ഇനി ദുഃഖങ്ങളോടുകൂടെ കുടുംബത്തിൽ ജൈറോസിന്റെ മകളെ സുഖപ്പെടുത്താൻ, അല്ലെങ്കിൽ പത്രോസിന്റെ അമ്മായിയമ്മ സൗഖ്യപ്പെടുത്താൻ കുടുംബം. കുടുംബജീവിതത്തെ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബജീവിതത്തെ ആത്യന്തികമായി അടിസ്ഥാനപരമായി വിശുദ്ധീകരിക്കുക ചെയ്യുക. അപ്പൊ ദൈവത്തിന്റെ ഇടപാട്, ആത്മീയ സാന്നിധ്യം, ഒരു ആധ്യാത്മികത ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. ഞാൻ വീണ്ടും പറയുന്നു, മറ്റ് ഒന്നും ഇവിടെ വിജയിക്കാൻ നമുക്ക് സാധ്യതകളില്ല. പിന്നെ ദൈവം വിളിച്ചതാണ്. ആ വിളി നിലനിൽക്കണമെങ്കിൽ ദൈവത്തെ മുറുകെ പിടിക്കാൻ തയ്യാറാകണം. അതെങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തായാലും പ്രിയമുള്ളവരെ, ആധ്യാത്മികമായി ചിന്തിക്കുമ്പോൾ സഭാപിതാവായ തർത്തുല്യന്റെ മനോഹരമായ ഒരു ചിന്തയുണ്ട്. അതിപ്രകാരമാണ് വിവാഹം എന്താണെന്ന് അദ്ദേഹം പറയുന്നു. സഭയാൽ യോജിപ്പിക്കപ്പെടുന്നത്, ബലിയാൽ ശക്തിപ്പെടുത്തുന്നത്, അനുഗ്രഹത്താൽ മുദ്ര വയ്ക്കപ്പെടുന്നത്, മാലാഖമാരാൽ വിളംബരം ചെയ്യപ്പെടുന്നത്, പിതാവിനാൽ ശരിവയ്ക്കപ്പെടുന്നത്. കുറെ കാര്യങ്ങളുണ്ട്. ഒന്നുകൂടി പറയാം. തർത്തുല്യൻ, സഭാപിതാവായ തർത്തുല്യൻ പറയുന്നു, സഭയാൽ യോജിപ്പിക്കപ്പെടുന്നത് സഭയിലാണ്. വിശുദ്ധ സഭയിൽ വെച്ച് ഒന്നാക്കപ്പെടുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. സഭയിൽ ദൈവികമായിട്ടുള്ള സാന്നിധ്യത്തിലാണ് ഒന്നാക്കപ്പെടുന്നത്. ബലിയാൽ ശക്തിപ്പെടുത്തുന്നു. വിശുദ്ധ ബലിയുടെ ശക്തി കൊണ്ടാണ് കുടുംബജീവിതം പുഷ്ടിപ്പെടുന്നത്. അനുഗ്രഹത്താൽ, ആശീർവാദത്താൽ, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ, ആശീർവാദത്താൽ, ദൈവം നിയോഗിച്ച വ്യക്തികളുടെ പൗരോഹിത്യത്തിന്റെ ആശീർവാദത്താൽ, സഹോദരങ്ങളുടെ അനുഗ്രഹത്താൽ ശക്തിപ്പെടുത്തുന്നതാണ്. മാലാഖമാരാൽ വിളംബരം ചെയ്യപ്പെടുന്നത് ദൈവികമായിട്ടുള്ള ഇടപെടലാണ്. പിതാവിനാൽ ശരിവയ്ക്കപ്പെടുന്നത് ദൈവികമായ ഇടപെടലാണ്. അപ്പൊ അത്രമാത്രം ശ്രദ്ധ ആകർഷിക്കുന്ന, ശ്രദ്ധ വേണ്ട ദൈവികമായൊരു സംഗതിയാണ് വിവാഹം എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മള് കേൾക്കണം, പ്രാർത്ഥിക്കണം, അതേക്കുറിച്ച് വ്യക്തമായി ചിന്തിക്കണം. വെറും ഭൗതിക ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരിടമല്ല കുടുംബം എന്ന് മനസ്സിലാക്കാൻ പ്രാപ്തമാക്കുന്ന ചില ചിന്തകൾ പങ്കുവയ്ക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇത് ഒരു പൂർണ്ണതയിലേക്ക് വിളിക്കുകയാണ്. പൂർണ്ണത അറിയാം, ദൈവം പൂർണ്ണത. അവിടെ വചനത്തിൽ പറയും, മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 48-ാം തിരുവചനം, എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. പരിപൂർണത. ഇപ്പൊ പുരുഷൻ ഏകനല്ല, അവന് അപൂർണതയുണ്ട്, എന്തോ ഒരു കുറവുണ്ടെന്ന്. അവന്റെ ആ കുറവിനെ പരിഹരിക്കാൻ അവന് ചേർന്ന ഒരു ഇണയെ നൽകി അവനെ പൂർണ്ണനാക്കുന്നു. സാധാരണഗതി ചിന്തിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അപൂർണതകളുള്ളവൻ കൂട്ടത്തിലായിരിക്കുമ്പോൾ പൂർണ്ണത കൈവരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിന്റെ പൂർണ്ണതയിലേക്ക് ദമ്പതികൾ യാത്ര ചെയ്യണമെന്നുള്ളതാണ്. ദൈവം പൂർണ്ണനാണ്. അപ്പൊ ആ പൂർണ്ണതയിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? ഉത്കൃഷ്ടമായ സ്നേഹത്തോടെ, അതിയായ സ്നേഹത്തോടെ ദമ്പതികൾ സ്വന്തം അസ്തിത്വം തന്നെ വിസ്മരിച്ചുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ
ദാമ്പത്തിക പരിപൂർണത കൈവരിക്കാൻ അക്ഷീണം പരിശ്രമിക്കണമെന്നുള്ളതാണ്. ദാമ്പത്തിക പരിപൂർണത കൈവരിക്കാൻ അതിന് ഘടകങ്ങൾ പ്രാർത്ഥന, കൂദാശകൾ, വചനവായന, ധ്യാനം, കരുണ, നന്മ, അംഗീകരിക്കൽ, വിധേയപ്പെടൽ, വിശ്വസ്തത, ദാനധർമ്മങ്ങൾ. ആ ചിന്തകൾ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് പങ്കുവയ്ക്കും. പ്രിയമുള്ള സഹോദരങ്ങളിൽ, പരിപൂർണതയിലേക്ക് കുടുംബജീവിതങ്ങൾ കടന്നു വരണം. ഒരു ഹൃദയത്തിൽ നിന്ന് ആരംഭിച്ച് മറ്റൊരു ഹൃദയത്തിലേക്ക് എത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു വലിയ സ്നേഹത്തിന്റെ ഒരു ഹൃദയത്തിൽ നിന്ന് ആരംഭിച്ച് മറ്റൊരു ഹൃദയത്തിലേക്ക് എത്തുന്ന ഒരു മഹാനദി പോലെ ഒന്നിൽ നിന്ന് ആരംഭിച്ച് മറ്റൊന്നിലേക്ക് ഒരു തടസ്സവുമില്ലാതെ ഒഴുകുന്ന ഒരു പുഴ പോലെ ആവണം പരിപൂർണതയുടെ. ഞാനിതോട് ചേർന്ന് പറയട്ടെ, ഒരാളെ സ്വന്തമാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ പുരുഷന്റെ അല്ലെങ്കിൽ സ്ത്രീയുടെ ഗുണദോഷങ്ങളുടെ കണക്കുകൾ അവസാനിച്ച് ഒരു പുതിയ ജീവിതം ആരംഭിക്കണം. ഒരു ശരിയായ ദാമ്പത്തികം അത് വച്ചു പുലർത്തണം. ശരീരത്തിന്റെ സംയോഗം, മനസ്സിന്റെ സംയോഗം, ഒപ്പം ആത്മാക്കളുടെ സംയോഗം. അതാണ് വളരെ പ്രധാനം. ആത്മാക്കളുടെ സംയോഗം ഉണ്ടായിരിക്കണം. മറ്റെന്തുണ്ടെങ്കിലും ഈ ആത്മാക്കളുടെ സംയോഗം ഇല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ശരീരത്തിന്റെയും മനസ്സിന്റെയും സംയോഗം പോലെ തന്നെ ആത്മാക്കളുടെ സംയോഗവും ഉണ്ടെങ്കിൽ മനോഹരമായ ഒന്ന് വിളിയുടെ ആ വിവാഹ ജീവിതത്തിന്റെ വിളിയുടെ ഔന്നത്യത്തിലേക്ക്, ഏറ്റവും മനോഹരമായ അനുഭവത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ ഈ ആധ്യാത്മിക ചിന്തയെ കുറിച്ച് പറയാമെങ്കിലും ഒരു തുടക്കത്തില് കുറച്ചുകൂടി വിവാഹം എന്താണ്, നമ്മളത് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. കുടുംബജീവിതത്തിന്റെ കൗദാശിക മാനത്തെ കുറിച്ച്, അതിന്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള വശങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. എങ്കിലും ഈ ആധ്യാത്മിക വശം കുറെ കൂടി ഒന്ന് ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഞാനിവിടെ വായിച്ച ഒരു കവിത, അതൊരു ജർമ്മൻ കവിതയുടെ പരിഭാഷയാണ്, മലയാള പരിഭാഷയാണ്. ഇത് പ്രകാരം: നീ എന്റേതാണ്, ഞാൻ നിന്റേതും, എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ കൂട്ടിയിരിക്കുന്നു. നീ എന്റേതാണ്, ഞാൻ നിന്റേതും, നിന്നെ ഞാൻ എന്റെ ഹൃദയത്തിൽ കൂട്ടിയിരിക്കുന്നു. താക്കോൽ എവിടെയോ കളഞ്ഞുപോയി. ഇനി നീ എന്നും എന്റെ ഹൃദയത്തിൽ ആയിരിക്കുക. ഇനി നീ എന്നും എന്റെ ഹൃദയത്തിലായിരിക്കാനായിട്ടുള്ള വിളിയാണ്. അങ്ങനെ ഹൃദയത്തിലായിരിക്കണമെങ്കിൽ അതിന് പ്രത്യക്ഷത്തിൽ പ്രത്യേകമായിട്ടുള്ള നടപടികൾ ആവശ്യമാണ്. ഒരാളുടെ ഹൃദയത്തിൽ പേറപ്പെടാൻ പോവുകയാണ്, ഒരാളുടെ ഹൃദയത്തിൽ പേറാൻ പോവുക, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പലപ്പോഴും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. നമുക്കറിയാം, കെട്ടിടം പണിയാൻ ആഗ്രഹിക്കുന്നവർ രണ്ട് കല്ലുകൾ തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ ചേർച്ചക്കുറവുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും ചിലത് പൊഴിച്ചു കളയും ചേർന്നിരിക്കാൻ വേണ്ടി. രണ്ടു ഭാഗത്തും പുരുഷന്റെയും സ്ത്രീയുടെയും കുറവുകളെ പരിഹരിച്ച് ഒഴിച്ചു കളഞ്ഞ് കൂട്ടിച്ചേർന്നിരിക്കാൻ പറ്റണം. ഇത് വിശുദ്ധിയിലേക്കുള്ള വഴിയാണ്. ജീവിത പങ്കാളി, ആ പങ്കാളിയുടെ വിശ്വസ്തത, ജീവിത പങ്കാളിയുടെ വിജയം, അത് കണ്ടുകൊണ്ട്, അത് ലക്ഷ്യം വെച്ചുകൊണ്ട് അതിലാക്കാക്കി മുമ്പോട്ട് പോകാൻ ശ്രമിക്കണം. കാരണം ഇത് വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. കർത്താവിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനായിട്ടുള്ള വിളി ആണ്. വളരെ പ്രത്യേകമായിട്ട് നമുക്ക് ചിന്തിക്കാം. വിവാഹത്തിന്റെ ആത്മീയതയെ കുറിച്ച് മാർപ്പാപ്പ ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹത്തിന്റെ ആനന്ദം, അമോറിസ് ലെറ്റീസിയ, അത് കുടുംബത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളത് സ്വന്തമാക്കണം. അവിടെ 313 ലേഖന പാരഗ്രാഫുകളിൽ വളരെ മനോഹരമായിട്ട് അധ്യായം 9-ാമത്തെ അധ്യായം, വിവാഹത്തിന്റെയും കുടുംബത്തിന്റെയും ആധ്യാത്മികത, 313 തുടങ്ങിയിട്ടുള്ള ആ നമ്പറുകൾ അവസാനം വരെ കുടുംബത്തിന്റെ, വിവാഹത്തിന്റെ ആധ്യാത്മികതയെ കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുന്നത്. നമുക്കത് പഠിക്കാം. കുറച്ച് ആ ചിന്തകൾ ആ ഗ്രന്ഥത്തിൽ നിന്ന്, മാർപ്പാപ്പയുടെ ആ ധ്യാനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസില് അൽമായ പ്രേഷിതത്വത്തെ കുറിച്ച് പറയുമ്പോൾ കുടുംബത്തിന്റെ ആധ്യാത്മികതയെ, അവിടെ കുടുംബജീവിതത്തിൽ നിന്നും ഉയർക്കൊള്ളുന്ന ആധ്യാത്മികതയെ കുറിച്ച് ഊന്നി പറയുന്നുണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. സഭയിൽ വലിയൊരു മാറ്റത്തിന് നിദാനമായ കൗൺസിലാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. ഒരുപാട് ആത്മീയ ചിന്തകളെ, സഭയുടെ വളർച്ചയ്ക്ക് നിദാനമായ ഒരുപാട് ആത്മീയ അഭ്യാസങ്ങളെ പങ്കുവച്ച കൗൺസിലാണ്. ആ കൗൺസില് അൽമായ പ്രേഷിതത്വത്തെ കുറിച്ച് പറയുമ്പോൾ കുടുംബജീവിതത്തിൽ ഉയർക്കൊള്ളുന്ന ആധ്യാത്മികതയെ കുറിച്ച് പ്രത്യേകമായി ഊന്നി പറയുന്നു. അവിടെ പറയുന്നു, അൽമായ ആധ്യാത്മികത വിവാഹ ജീവിതത്തിന്റെയും കുടുംബ ജീവിതത്തിന്റെയും
സാഹചര്യങ്ങളിൽ നിന്ന് അതിന്റെ സവിശേഷമായ സ്വഭാവം കൈക്കൊള്ളും. വിവാഹ ജീവിതത്തിന്റെയും കുടുംബ ജീവിതത്തിന്റെയും സാഹചര്യങ്ങളിൽ നിന്ന് അതിന്റെ സവിശേഷമായ സ്വഭാവം കൈക്കൊള്ളും എന്നും അങ്ങനെയുള്ള ആ ആധ്യാത്മികതയ്ക്ക് കുടുംബകാര്യങ്ങൾ അന്യമായിരിക്കരുതെന്നും സൂചിപ്പിച്ചു. ഈ കുടുംബജീവിതത്തിന്റെയും വിവാഹ ജീവിതത്തിന്റെയും സാഹചര്യങ്ങൾ ഉയർക്കൊള്ളുന്ന ആധ്യാത്മികത കുടുംബകാര്യങ്ങൾക്ക് അന്യമാകരുത്. എന്താണ് ഈ കുടുംബജീവിതത്തിൽ നിന്നും അതിന്റെ ബന്ധങ്ങളിൽ നിന്നും ഉയർക്കൊള്ളുന്ന ആധ്യാത്മികതയുടെ സവിശേഷത? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ പ്രാർത്ഥിക്കാൻ തോന്നി ഈ ചിന്തകൾ. ഒന്നാമതായിട്ട് പറയുന്നത് ഒരു അതിസ്വാഭാവിക കൂട്ടായ്മയുടെ ആധ്യാത്മികത. അതിസ്വാഭാവിക ആധ്യാത്മികതയുടെ കൂട്ടായ്മ. ഈ വാക്ക് പറയുമ്പോൾ നമ്മൾ പേടിക്കണ്ട, വളരെ അറിയാവുന്ന ഒരു കാര്യമാണ്. അത് മാർപ്പാപ്പ എഴുതുമ്പോൾ കുറച്ചുകൂടി പോളിഷ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചതേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. കുടുംബം ദൈവത്തിന്റെ കുടുംബമാണ്. ഓരോ കുടുംബവും ദൈവം കുടികൊള്ളുന്ന കുടുംബമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ദൈവം കുടികൊള്ളുമ്പോൾ ഓരോ കുടുംബവും ഓരോ വിളക്കുകാരാകുമെന്ന് മാർപ്പാപ്പ ഒരു കവിയെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓരോ വിളക്കുകാർ, ദൈവം കുടികൊള്ളുന്ന കുടുംബങ്ങൾ. അവിടെ പറയുന്നത് തന്റെ കൃപയിൽ വസിക്കുന്നവരുടെ ഹൃദയത്തിൽ, തന്റെ കൃപയിൽ ജീവിക്കുന്നവർ, ഇങ്ങനെ തന്റെ കൃപയിൽ ജീവിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ദൈവം വസിക്കുന്നു. തന്റെ കൃപയിൽ ജീവിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ദൈവം വസിക്കുന്നു. വീണ്ടും തുടരുകയാണ്, കുടുംബ ജീവിതത്തിന്റെ ദേവാലയത്തിൽ പരിശുദ്ധ ത്രിത്വം വസിക്കുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കുടുംബ ജീവിതത്തിന്റെ ദേവാലയത്തിൽ. ദേവാലയം പോലെയാണ് അതിനെ കരുതിയിരിക്കുന്നത്. കുടുംബ ജീവിതത്തിന്റെ ദേവാലയത്തിൽ പരിശുദ്ധ ത്രിത്വം വസിക്കുന്നു. സങ്കീർത്തനം 22:3 തന്റെ ജനത്തിന്റെ സ്തുതികളിൽ ദൈവം വസിക്കുന്നത് പോലെ പറയാണ്. എന്ത്? സങ്കീർത്തനം 23:2 തന്റെ ജനത്തിന്റെ സ്തുതികളിൽ ദൈവം വസിക്കുന്നു. അതുപോലെ തനിക്ക് മഹത്വം നൽകുന്ന വൈവാഹിക സ്നേഹത്തിൽ ദൈവം അഗാധമായി വസിക്കുന്നു. ദൈവം വസിക്കുന്ന കുടുംബം, അതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചിന്ത. ദൈവം വസിക്കുന്ന കുടുംബം. മാർപ്പാപ്പ പറയുകയാണ് 315 നമ്പറിൽ, യഥാർത്ഥം സുദൃഢവുമായിട്ടുള്ള കുടുംബങ്ങളിൽ അവരുടെ എല്ലാ ദൈനംദിന പ്രയാസങ്ങളോടും കഷ്ടപ്പാടുകളോടും കൂടെ ആനന്ദങ്ങളോടും പ്രതീക്ഷകളോടും കൂടെ ദൈവം വസിക്കും. യഥാർത്ഥവും സുദൃഢവുമായ കുടുംബങ്ങളിൽ. യഥാർത്ഥം എന്താണ്? സുദൃഢം എന്താണ്? കുടുംബം എങ്ങനെയാണ് ഒന്നാമത്? കുടുംബത്തെ കുറിച്ച്, വിവാഹത്തിന്റെ കൗദാശികമാനത്തെ കുറിച്ച് നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ മനസ്സിലാവും. മാമോദിസ സ്വീകരിച്ച ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ മരണം വരെ വേർപിരിയാൻ പാടില്ലാത്ത വിശിഷ്ടമായ ഐക്യം ഉളവാകുന്നതിനും പരസ്പരം സ്നേഹിക്കുന്നതിനും കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിനും ആവശ്യമായ കൃപ നൽകുന്ന കൂദാശയാണ് വിവാഹം. വളരെ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടതാണ്. മാമോദിസ സ്വീകരിച്ച ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ മരണം വരെ വേർപിരിയാൻ പാടില്ലാത്ത വിശിഷ്ടമായ ഐക്യം ഉളവാകുന്നതിനും പരസ്പരം സ്നേഹിക്കുന്നതിനും കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിനും ആവശ്യമായ കൃപ നൽകുന്ന കൂദാശ. അത്രമാത്രം ആഴത്തിൽ ആധ്യാത്മിക വേര് പിടിച്ചിരിക്കുന്ന കുടുംബം, സുദൃഢമായ കുടുംബം, യഥാർത്ഥമായ കുടുംബം. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ജീവിക്കുന്നവരുടെ പ്രയാസങ്ങളോടൊപ്പം, കഷ്ടപ്പാടുകളോടൊപ്പം, അവരുടെ ആനന്ദങ്ങളോടൊപ്പം, അവരുടെ പ്രത്യാശകളോടൊപ്പം ദൈവം വസിക്കുന്നു എന്നുള്ളതാണ്. ദാമ്പത്തിക ആധ്യാത്മികത, ദൈവസ്നേഹം വസിക്കുന്ന ഉടമ്പടിയുടെ ആധ്യാത്മികത കൂടിയാണ്. ദൈവസ്നേഹം വസിക്കുന്ന ഉടമ്പടി, ദാമ്പത്തിക ഉടമ്പടി, ദാമ്പത്തിക സ്നേഹം. ആ സ്നേഹത്തെ ദൈവസ്നേഹം ശക്തിപ്പെടുത്തുന്നു, ആ ഉടമ്പടിയെ ബലപ്പെടുത്തുന്നു എന്ന ചിന്ത മാർപ്പാപ്പ പറയുകയാണ്. വീണ്ടും മാർപ്പാപ്പ ഈ ഗ്രന്ഥത്തിൽ പറയുകയാണ്, 316 ഖണ്ഡികയിൽ നമ്പറിൽ പറയുകയാണ്, കുടുംബ കൂട്ടായ്മയുടെ, ഈ ദമ്പതികൾ തമ്മിലുള്ള ആ കുടുംബത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ സവിശേഷമായ ഒരു പ്രസാദാത്മകമായ ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവം എന്താണെന്ന് വെച്ചാൽ, ദൈനംദിനത്തിലുള്ള അല്ലെങ്കിൽ ഓരോ ദിനത്തിലുമുള്ള നിരന്തരമുള്ള വിശുദ്ധീകരണം, ഒപ്പം രഹസ്യാത്മകമായ ഒരു വളർച്ച. ഈ വാക്കുകളൊക്കെ
അല്പം പോളിഷ്കായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. പക്ഷെ കാര്യം ഇത്രയേ ഉള്ളൂ, വിശുദ്ധീകരണം. രഹസ്യാത്മക വളർച്ച എന്ന് വെച്ചാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വളരുന്നു, ആധ്യാത്മിക വ്യക്തിയായിട്ട് വളരുന്നു, വിശുദ്ധീകരിക്കപ്പെടുന്നു, ദൈവം മഹത്വപ്പെടുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള ലക്ഷ്യമത, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുക. ലിറ്റർജി, ആരാധനാക്രമത്തിന്റെ ലക്ഷ്യം എന്താ? പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ജീവിതത്തിന്റെ മൊത്തത്തിൽ അതാണ് ആരാധനാക്രമത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ, സ്വീകരിക്കുന്ന കൂദാശകളിൽ, മറ്റു പ്രാർത്ഥനകളിലൊക്കെ ദൈവമഹത്വം, മനുഷ്യ വിശുദ്ധീകരണമാണ്. അപ്പോ ഈ ഒരു ആധ്യാത്മികതയുടെ പശ്ചാത്തലത്തിൽ സംഭവിക്കുന്നത് ഓരോ ദിനത്തിലും നാം വ്യക്തിപരമായും കുടുംബപരമായും വിശുദ്ധീകരിക്കപ്പെടുന്നു. രണ്ടാമത്തേത് ഒരു രഹസ്യാത്മക വളർച്ച, ദൈവവുമായി വ്യക്തിപരമായ ബന്ധം, ആഴത്തിലുള്ള ഒരു ആത്മീയ അനുഭവം ഒന്നാകെ അവിടെ സാധ്യമാകുന്നു. സാഹോദര്യത്തിൽ നമ്മൾ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഭാര്യയ്ക്ക് തന്റെ ഭർത്താവ് എപ്രകാരം വിട്ടുകൊടുക്കുന്നു, ഭർത്താവിന് തന്റെ ഭാര്യ എപ്രകാരം വിട്ടുകൊടുക്കുന്നു, അവർ തമ്മിൽ എങ്ങനെ മനസ്സിലാക്കുന്നു, ഇനി ഇവരുടെ ജീവിതത്തിൽ ദൈവം സമ്മാനമായി നൽകിയ മക്കൾ അവരെങ്ങനെ വളരുന്നു, അവരെ എങ്ങനെ വളർത്തുന്നു, കുടുംബത്തിന്റെ ആഹ്വാനമുള്ള ഉത്തരവാദിത്വത്തെ എങ്ങനെ കൃത്യമായി അവർ കൈകാര്യം ചെയ്യുന്നു. ഈ സംഭവങ്ങളോട് ബന്ധപ്പെട്ട് ആ കൃത്യതയിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ അത്ഭുതകരമായ ഒരു കടന്നുവരവ് മനസ്സിലാക്കും. ഒരു വളർച്ചയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും എന്നുള്ള ചിന്തയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ സാധ്യമാകണമെങ്കിൽ മാർപ്പാപ്പ പറയുന്നത് പ്രാർത്ഥനയിൽ ഒന്നിക്കണം എന്നുള്ളതാണ്. പ്രാർത്ഥനയിൽ നാം ഒന്നിക്കണം. യഥാർത്ഥ കുടുംബത്തിൽ ഒരു കുടുംബം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ്. ഒരു കുടുംബം ക്രിസ്തുവിൽ കേന്ദ്രീകൃതം. കുടുംബം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ് എങ്കിൽ അതിന്റെ മുഴുവൻ ജീവിതത്തെ അവിടുന്ന് ഏകീകരിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യും. അപ്പൊ പറയാ, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ് കുടുംബമെങ്കിൽ അതിന്റെ മുഴുവൻ ജീവിതത്തെയും അവിടുന്ന് ഏകീകരിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യും. വേദനയുടെയും പ്രയാസത്തിന്റെയും നിമിഷങ്ങൾ കർത്താവിന്റെ കുരിശിന്റെ ഐക്യത്തിൽ അനുഭവിക്കാൻ കഴിയും. ഒരു ന്യൂ ജനറേഷൻ വാക്ക് കട്ടക്ക് നിൽക്കുക എന്ന് കേട്ടിട്ടില്ലേ? കട്ടക്ക് നിൽക്കുക. തമ്പുരാൻ കട്ടക്ക് കൂടെ നിൽക്കും, കൂടെ ആയിരിക്കും. ഏതെല്ലാം പ്രയാസങ്ങളുണ്ടോ, ഏതെല്ലാം പ്രതിസന്ധികൾ കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്നോ, നീ കർത്താവിൽ ആശ്രയിച്ചാൽ നിനക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. അവിടുന്ന് നയിക്കും, നിറയ്ക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രാർത്ഥനയിൽ ഒന്നിക്കണം. പ്രാർത്ഥന എന്ന് വെച്ചാൽ ആനന്ദത്തിന്റെയും വിശ്രമത്തിന്റെയും ആഘോഷത്തിന്റെയും ലൈംഗികതയുടേതുമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ തന്നെ ദൈവികമായ അനുഭൂതിയിൽ, ദൈവികമായ തേജസ്സിൽ ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. ദൈവത്തിന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകും. പ്രിയമുള്ള സഹോദരങ്ങളെ, അച്ഛൻ ഇപ്പോൾ പറഞ്ഞ സംഗതികൾ പ്രാർത്ഥനയിൽ ഒന്നിക്കണം. അച്ഛൻ ഈ സംസാരിച്ച മുഴുവൻ കാര്യങ്ങളും അതിന്റെ ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ ഏറ്റവും ആവശ്യമായ ഘടകം പ്രാർത്ഥനയാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കുന്നു എന്ന സത്യം നാം പലവരും കേട്ടിട്ടുണ്ട്. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കുന്നു. എന്താണ്? ദൈവത്തിന്റെ മുമ്പാകെ ഒരുമിച്ച് കൂടണം. കുടുംബം, ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഭാര്യയും ഭർത്താവും, അവരുടെ ജീവിതത്തിൽ ദൈവം ദാനം നൽകിയ മക്കളും, മാതാപിതാക്കളും മക്കളും എല്ലാവരും ഒന്നിച്ചു കൂടണം, ഒരുമിച്ച് കൂടണം എന്നുള്ളതാണ്. സഹായം ചോദിക്കണം ദൈവത്തിന്. മാർപ്പാപ്പ പറയുക, സഹായം ചോദിക്കണം, സങ്കടങ്ങൾ പറയണം, കുടുംബത്തിന്റെ കാര്യങ്ങൾ അവിടെ ഏറ്റു പറയണം, സ്നേഹം പ്രകടിപ്പിക്കാനായിട്ടുള്ള സഹായം ചോദിക്കണം. ജീവിതം അതിന്റെ അനുഗ്രഹങ്ങൾക്കും, ജീവിതത്തിനും അതിന്റെ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയണം. എന്തെല്ലാം കാര്യങ്ങളാണ് പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളാണ്, ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട്. ഇത് തരാൻ ദൈവം എപ്പോഴും സന്നദ്ധനാണെന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അറിയുന്നില്ല, അറിഞ്ഞിട്ടും അറിയാതെ പോകുന്നു എന്നുള്ളതാണ് എന്റെ ചിന്ത. മനുഷ്യനിങ്ങനെ ഒഴുകി നടക്കാം, സമയമില്ല, നേരമില്ല. നമ്മള്
ഈ കോവിഡ് പ്രതിസന്ധിയും ഒക്കെ ആയിട്ട് അല്ലെ കൊറോണ പ്രതിസന്ധിയും ഒക്കെ ആയിട്ട് ചിന്തിക്കുമ്പോൾ ഇപ്പം ലോക്ക്ഡൗൺ പീരീഡ് നമ്മൾ മനസ്സിലാക്കി. ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കാം ലോക്ക്ഡൗൺ. ഒരു ദിവസം പോലും ഒരു ചുമ്മാതിരിക്കാൻ പറ്റാതിരുന്ന മനുഷ്യൻ 2 മാസം വെറുതെ ഇരിക്കുക, ജോലിയില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ, എന്തിനും മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥ, മുഖം പോലും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു ആവശ്യമായിരുന്നൊന്നുമല്ല, മറിച്ച് എന്തെല്ലാം അനുഭവങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നു. ഇവിടെയൊക്കെ ഭൗതികമായിട്ടുള്ള അത്ഭുതങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഭൗതികമായ നന്മകൾ വന്നു ചേർന്നാൽ ഇതെല്ലാം മാറിപ്പോഴും എന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. എന്നാൽ ഏത് പ്രതിസന്ധി വന്നാലും ദൈവത്തിന്റെ സ്നേഹം ഉണ്ടെങ്കിൽ, അല്ലെ ദൈവം എന്റെ പക്ഷത്തെങ്കിൽ ആര് എനിക്ക് എതിരായിടും എന്ന ചിന്ത. ഒരു പാട്ട് തന്നെയുണ്ട്, കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിര് നിൽക്കും. കർത്താവിനെ കൂടെ ചേർക്കാൻ, നമ്മുടെ സങ്കടങ്ങൾ പറയാൻ, പക്ഷെ മറ്റാർക്കും മനസ്സിലാക്കാത്ത ഹൃദയത്തിന്റെ വ്യതകൾ പങ്കുവയ്ക്കാൻ തമ്പുരാനെടുക്കൽ പോണ നീ മാത്രമേ ഉള്ളൂ, എനിക്ക് നിന്നെ കാണാൻ കൊതിയാണെന്ന് നീ പങ്കുവയ്ക്കണം. നിന്റെ കുടുംബ കാര്യങ്ങൾ ചേർന്നു പോകാത്ത ഒരുപാട് അസ്വസ്ഥതകൾ വരും. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ചിലപ്പോൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള അസഹിഷ്ണുതകൾ കടന്നു വരും. മക്കൾ ഒരുപക്ഷെ പറഞ്ഞാൽ കേൾക്കാത്തവരായി നീ മക്കൾക്ക് ഏത് തരത്തിൽ, ഏത് വളർച്ചയാണ്, ഏത് തരത്തിലെ അവരെ വളർത്തണം എന്നൊക്കെ നിന്റെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ നീ ചെന്ന് നിന്നാൽ അവിടുന്ന് കൃത്യമായും തീർച്ചയായും ഉത്തരം നൽകും. എന്തായാലും പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുന്ന കുടുംബം, പ്രാർത്ഥന, വിശുദ്ധ കൂദാശകളിൽ പങ്കുചേരുന്ന കുടുംബം. വിശുദ്ധ കുർബാനയെ കുറിച്ച് തിരുവത്താഴം ഉണ്ണണമെന്ന ചിന്ത പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ആധ്യാത്മിക ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ വിശുദ്ധ കുർബാനയും കുടുംബവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. വളരെ മനോഹരമായി മാർപ്പാപ്പ അത് പങ്കുവയ്ക്കുമ്പോൾ നീ വിശുദ്ധ കുർബാനയിൽ പങ്കുപറ്റണം, വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കണം. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയും വിശുദ്ധ കുംഭസാരവും സാധിക്കുമ്പോഴൊക്കെ നീ പള്ളിയിൽ പോകണം. ഒരു ഞായറാഴ്ച പോലും മുടക്കരുത്. ജോലി വെച്ച് അല്ലെങ്കിൽ തിരക്ക് വെച്ച് പലരും ഇങ്ങനെ മാറ്റിവെക്കുന്ന ഒന്നായിട്ട് പ്രാർത്ഥനയും മറ്റ് പള്ളിക്കാര്യങ്ങൾ അല്ലെങ്കിൽ കൂദാശ കാര്യങ്ങൾ മാറ്റിവെക്കുന്നു. നടക്കില്ല. അങ്ങനെ ചിന്തിക്കരുത്. നിന്റെ ജീവിതം കർത്താവെന്ന കല്ലിലാണ്. നീ സ്വാതന്ത്ര്യം വ്യക്തമായി ഉപയോഗിച്ചാൽ, നീ നിന്റെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഈശോ തന്നെ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 24 വാക്യങ്ങളിൽ മാർപ്പാപ്പ എടുത്തു പറയുന്നതാണ്. ഈ അമോനസ് ലത്തീച്ച അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ആനന്ദം ആ ഗ്രന്ഥത്തിൽ മാർപ്പാപ്പ എടുത്തു പറയുന്ന ഒരു ചിന്തയുണ്ട്. 2 കുടുംബങ്ങളെ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. പാറമേൽ പണിതീർത്ത ഭവനവും പൂഴിപ്പുറത്ത് മണൽപ്പുറത്ത് പണിതീർത്ത ഭവനവും. എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. മഴ പെയ്തു, കാറ്റടിച്ചു, വെള്ളപ്പൊക്കം ഉണ്ടായി. പാറപ്പുറത്ത് പണിതീർത്ത ഭവനം അതുപോലെ ശക്തമായിരുന്നു. എന്നാൽ മണൽപ്പുറത്ത്, കുഴിപ്പുറത്ത് പണി ചെയ്ത ഭവനം ഒഴുകിപ്പോയി. ഇത് മാർപ്പാപ്പ പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ഉപയോഗം മൂലം ഓരോ കുടുംബവും അനുഭവിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ജീവിതം വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, ദൈവബദ്ധമായി, സ്നേഹബദ്ധമായി, ആധ്യാത്മികബദ്ധമായി ഉപയോഗിക്കുകയാണെങ്കിൽ പാറപ്പുറത്ത് പണിതീർത്ത ഭവനങ്ങൾ, ഉറപ്പുള്ള ഭവനങ്ങൾ. ഈ ഉറപ്പ് നിനക്ക് ആവശ്യമാണെങ്കിൽ നീ പ്രാർത്ഥിക്കണം, നീ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണം, നീ കൂദാശകൾ സ്വീകരിക്കണം, വിശുദ്ധ കുംഭസാരം നടത്തണം, നിന്റെ മനസ്സ് തമ്പുരാന്റെ മുമ്പിൽ പങ്കുവെക്കണം. വളരെ പ്രത്യേകം പറയട്ടെ മക്കളെ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് തന്നെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് നീ മനസ്സിലാക്കുന്നുണ്ടോ? അൾത്താരയിൽ വിശുദ്ധ കൂദാശകളിലൂടെ ലഭിക്കുന്നത് എന്താ? ജീവൻ. ഈ അപ്പം ഭക്ഷിച്ചാൽ, ഈ രക്തപാനം ചെയ്താൽ നീ എന്നേക്കും ജീവിക്കും. അപ്പോൾ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ ഉണ്ടാകുന്ന വലിയൊരു സത്യം എന്താണ്? നിത്യജീവൻ. ഇത് തന്നെയല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്? വൈവാഹിക ജീവിതത്തിൽ സ്ത്രീയും പുരുഷനും ഒന്ന് ചേരുമ്പോൾ ജീവൻ ഉണ്ടാകുന്നു. കുർബാനയിൽ ജീവൻ, കുടുംബജീവിതത്തിൽ ജീവൻ. അതുകൊണ്ട് ബലിപീഠത്തോട് ആഴത്തിലുള്ള ഒരു ബന്ധം നിനക്ക് ആവശ്യമാണ്. വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് മറ്റെന്തും ഉണ്ടാകും. ഒരുപാട്
ചെറുപ്പക്കാരായ ദമ്പതികളെ ഈ അടുത്ത കാലത്ത് പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ട്. അവരോടൊക്കെ ചോദിക്കുമ്പോൾ അച്ഛാ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതാണ് ഒരു വലിയ അനുഗ്രഹം, അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. എന്ത് പ്രശ്നം വന്നാലും പ്രതിസന്ധി വന്നാലും വിശുദ്ധ കുർബാനയിൽ എത്തി നിൽക്കുമ്പോൾ അവിടെ ആ സ്തുതി കീർത്തനങ്ങളോടൊപ്പം, അവിടെ ആ പ്രാർത്ഥനകളോടൊപ്പം, അവിടെ മുറിക്കപ്പെടുന്ന അപ്പത്തോടൊപ്പം, അവിടെ ഉയർത്തപ്പെടുന്ന കാസയോടൊപ്പം ഞങ്ങളുടെ ജീവിതങ്ങളെ കൂടി വെച്ച് ചേർക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള ഒരു പര്യവസാനം ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അച്ഛാ എന്ന് പലരും പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോ വിശുദ്ധ കുർബാനയോട് ചേർന്ന ഒരു ജീവിതം, ഓരോ ക്രൈസ്തവന്റെയും ജീവിതം അൾത്താരയോട് കെട്ടപ്പെട്ട ജീവിതം ആണെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ഒരു ചാക്രിക ലേഖനമുണ്ട്. വിശുദ്ധ സഭ വിശുദ്ധ കുർബാനയിൽ നിന്ന്, എക്ലേസിയ യൂക്കറിസ്ത്യ എന്ന് വെച്ചാൽ സഭ വിശുദ്ധ കുർബാനയിൽ നിന്ന്, മാർപ്പാപ്പയുടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അവസാനത്തെ ചാക്രിക ലേഖനമായിരുന്നു അത്, സഭ വിശുദ്ധ കുർബാനയിൽ നിന്ന്. അവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ചിന്ത, ഓരോ ക്രൈസ്തവന്റെയും ജീവിതം ആരംഭിക്കേണ്ടതും അവസാനിക്കേണ്ടതും ബലിപീഠത്തിലാണെന്നുള്ളതാണ്. അൾത്താരയോട് കെട്ടപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകണമെന്നാണ്. വീണ്ടും മനോഹരമായ ചിന്ത ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പങ്കുവയ്ക്കുന്നത്, വലിയ പക്ഷികൾ കഴിവിലും മറ്റുമൊക്കെ വലിയ പാറക്കെട്ടുകൾക്കിടയിൽ കൂടുകൂട്ടുന്നത് പോലെ, എന്തിനാ പാറക്കെട്ടുകൾക്കിടയിൽ ശത്രുക്കൾ ഇന്ന് രക്ഷ നേടാൻ കഴിയും. വലിയ പക്ഷികൾ പാറക്കെട്ടുകൾക്കിടയിൽ കൂടുകൂട്ടും പോലെ ഓരോ ക്രൈസ്തവരും തങ്ങളുടെ ജീവിതം കൂടുകൂട്ടേണ്ടത് അൾത്താരയിലാണ് എന്ന് പങ്കുവയ്ക്കുന്നു. മനോഹരമായ ധ്യാനമാണ്. അപ്പൊ 3 കാര്യങ്ങൾ അച്ഛൻ ഇവിടെ പറഞ്ഞു. 3 കാര്യങ്ങൾ. 1, അൾത്താരയോട് കെട്ടപ്പെട്ട ഒരു ജീവിതം. 2, ഓരോ ക്രൈസ്തവന്റെയും ജീവിതം ആരംഭിക്കേണ്ടതും അവസാനിക്കേണ്ടതും ബലിപീഠത്തിലാണ്. 3, അൾത്താരയിൽ ജീവിതം കൂടുകൂട്ടണം. ഈ 3 ചിന്തകളുമായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ കുർബാനയോട്, വിശുദ്ധ കൂദാശകളോട് അഭേദ്യമായ ഒരു ബന്ധം നിനക്കുണ്ടാകുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, ഒരു നാശവും നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരില്ല, ഒരു അസ്വസ്ഥതകളും നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരില്ല, ഒരു ബന്ധനങ്ങളും നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കില്ല, അനാവശ്യമായ ഒരു കടന്നുകയറ്റവും നിന്റെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാവില്ല. കാരണം വിശുദ്ധ കുർബാനയുടെ അത്ഭുതം കൊണ്ട് കെട്ടപ്പെട്ടവനാണ് നീ എന്ന ആധ്യാത്മിക ചിന്ത ഞാൻ ഉറപ്പു പറയാം. വിശുദ്ധ കുർബാന, ഞാൻ വീണ്ടും പറയട്ടെ, വിശുദ്ധ കുംഭസാരം ദൈവം പ്രസാദിക്കുന്ന ഒരിടമാണ്. നിന്റെ പാപങ്ങളുടെ ഭാണ്ഡക്കെട്ട് അയച്ചു വെക്കാൻ പറ്റിയ ഒരിടം നിനക്കുണ്ട്, കുംഭസാരക്കൂട്. ഞാൻ പറയട്ടെ, മാസത്തിൽ 1 നിങ്ങൾ കുംഭസാരിക്കണം. 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും കുംഭസാരിക്കണമെന്നാണ് പറയുന്നത്. ഒരല്പം ഇളവ് എന്ത് പറയുന്നു എനിക്കറിയില്ല, പക്ഷെ ഞാനൊരു ഇളവ് പറയാം. മാസത്തിൽ 1 നിങ്ങൾ കുംഭസാരിക്കണം. അതിന് സമയം കണ്ടെത്തണം. ഒരുങ്ങിയിട്ടുള്ള ഒരു കുംഭസാരം, മനസ്സ് പൂർണ്ണമായി മാറ്റിക്കൊണ്ടുള്ള അശുദ്ധി നിറഞ്ഞ ജീവിതത്തെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാൻ നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരിടമുണ്ട്, കുംഭസാരക്കൂട്. അവിടെ നീ നിന്റെ പാപങ്ങളുടെ അസ്വസ്ഥതകൾ ഏറ്റു പറഞ്ഞ് അനുതാപ സങ്കീർത്തനം നീ ചൊല്ലണം. എങ്കിൽ വ്യക്തി വിശുദ്ധീകരണം നടക്കും. നമ്മുടെ വ്യക്തി വിശുദ്ധീകരണം ഉണ്ടെങ്കിൽ കുടുംബ വിശുദ്ധീകരണം ഉണ്ടാവും. ഭാര്യ വിശുദ്ധീകരിക്കപ്പെട്ടാൽ ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെടും, ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെട്ടാൽ ഭാര്യയും. മാതാപിതാക്കൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ മക്കൾ വിശുദ്ധീകരിക്കപ്പെടും. മാതാപിതാക്കളും മക്കളും വിശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ കുടുംബം വിശുദ്ധീകരിക്കപ്പെട്ടു. കുടുംബം വിശുദ്ധീകരിക്കപ്പെട്ടാൽ അയൽപക്കങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ ആ സമൂഹം വിശുദ്ധീകരിക്കപ്പെടുന്നു, ഇടവക വിശുദ്ധീകരിക്കപ്പെടുന്നു, സഭ വിശുദ്ധീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ കുർബാനയും കുംഭസാരവും, പരിശുദ്ധ കുർബാനയും പരിശുദ്ധ കുംഭസാരവും, അതിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട വീണ്ടും നമ്മുടെ പൂർവികര്, കാരണവന്മാര് ഒരു യാമങ്ങളിലും പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ള സത്യം വിസ്മരിക്കരുത്. 7 യാമങ്ങളിലും പ്രാർത്ഥിച്ചു. നമുക്കിപ്പോ അതെല്ലാം ചൊല്ലാനൊന്നും പറ്റിയെന്ന് വരില്ല. എന്നിരുന്നാൽ തന്നെയും യാമങ്ങളെ വിശുദ്ധീകരിക്കുന്ന പ്രാർത്ഥനകൾ ജനകീയമായിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. സായംകാല റംശ പ്രാർത്ഥന നമുക്ക് എന്തുകൊണ്ട് ചൊല്ലിക്കൂടാ? ഇപ്പോൾ അത് മൊബൈൽ ആപ്പായിട്ട് പോലും ആപ്ലിക്കേഷനായിട്ട് പോലും വന്നിട്ടുണ്ട്. നിങ്ങൾ തുടർച്ചയായ യാത്രകൾ ചെയ്യുന്നവരായിരിക്കാം, ബസ്സിലും ഫ്ലൈറ്റിലും ട്രെയിനിലും ഒക്കെ യാത്രകൾ ചെയ്യുന്നവരായിരിക്കാം. കുടുംബത്തിലാണെങ്കിൽ ഒരു അതിന്റെ ടെക്സ്റ്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് വാങ്ങിച്ച് ഒരു ആധ്യാത്മികമായ ഒരു നവോത്ഥാനത്തിന്, ഒരു ഉന്മേഷത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഭൗതികമായ നേട്ടങ്ങളൊക്കെ എന്തിനാ, എങ്ങോട്ടാണ്?
നമ്മൾ കാണുന്നില്ലേ? എന്തേരം കാശുണ്ടായിട്ടും എന്തേരം വലിയ പദവികളിൽ ഇരുന്നിട്ടും നാട്ടിലെത്താൻ വേണ്ടിയിട്ടുള്ള ഭാര്യയെ കാണാൻ വേണ്ടി, ഭർത്താവിനെ കാണാൻ വേണ്ടി, മക്കളെ കാണാൻ വേണ്ടി, മാതാപിതാക്കളെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പ്രവാസ ജീവിതം എന്നേക്കുമോ ഉപേക്ഷിച്ച് അന്യ സ്ഥലങ്ങളിൽ നിന്നും ഓടിക്കൂടുന്ന നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളോ സുസ്ഥിതികളോ വേണ്ടെന്നല്ല, അതിനെ അതിലംഘിക്കുന്ന, അതിനുമൊക്കെ അപ്പുറത്തായി ദൈവത്തിന്റെ സ്നേഹത്തെ ആവാഹിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അങ്ങനെയാകുമ്പോൾ യാമപ്രാർത്ഥനകൾ മനോഹരമാണ്. സങ്കീർത്തനങ്ങൾ കൊണ്ട് കർത്താവിന്റെ പ്രാർത്ഥനകളാണ് സങ്കീർത്തനങ്ങൾ. അതുകൊണ്ട് നിറയ്ക്കപ്പെട്ട ആത്മീയ പിതാക്കന്മാരുടെ ധ്യാനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ വംശാപ്രാർത്ഥന നമ്മൾ സ്വീകരിക്കണം. സപ്രാ പ്രാർത്ഥനയുണ്ട്. സപ്രാ പ്രാർത്ഥന നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ സൺഡേ സ്കൂളിൽ പോകുന്ന സമയത്ത് മുടക്കമില്ലാതെ ചെയ്തുകൊണ്ടിരുന്നതാ. പക്ഷേ യൗവനത്തിലേക്ക് വന്നപ്പോൾ, മുതിർന്നവരായപ്പോൾ അതൊക്കെ ചിലർക്ക് വേണ്ടിയിട്ടുള്ളത്, എല്ലാവർക്കും വേണ്ടിയിട്ടാ, എല്ലാവർക്കും വേണ്ടിയിട്ടാ. ക്രൈസ്തവരായിട്ടുള്ള, കത്തോലിക്കരായിട്ടുള്ള എല്ലാവർക്കും അത് ബാധകമാണ്. യാമപ്രാർത്ഥനകൾ പ്രത്യക്ഷത്തില് നമ്മുടെ ഇടയിൽ നിന്ന് പ്രചാരത്തിലുള്ളത് വംശാപ്രാർത്ഥനയുണ്ട്, സപ്രാ പ്രാർത്ഥനയുണ്ട്, അച്ഛന്മാർ വലിയ പ്രാർത്ഥന ചൊല്ലുന്നു, കൂത്ത പ്രാർത്ഥനയുണ്ട്. അങ്ങനെ യാമപ്രാർത്ഥനകളോടുള്ള ഒരു ബന്ധം. ഞാനിത് ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു ക്ലാസ് ആയിട്ട് ഇത് കേൾക്കാതെ നമ്മുടെ വ്യക്തിപരമായ ആധ്യാത്മിക ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന ശിലയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ജീവിതങ്ങൾ വ്യഥ അനുഭവിക്കുന്ന, ഖിന്നത നിറയുന്ന ഒരുപാട് ജീവിതങ്ങളെ കണ്ടിട്ടുകൂടിയാണ് പറയുന്നത്. ഒരു ട്വിസ്റ്റ് നമുക്ക് ആവശ്യമാണ്. വിശുദ്ധ കുർബാനയും വിശുദ്ധ കുംഭസാരം തുടങ്ങിയിട്ടുള്ള കൂദാശകളും യാമ പ്രാർത്ഥനകളും നമ്മൾ സ്വന്തമാക്കണം. ഒപ്പം വചനബദ്ധമായ ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ്. വചനം വായിക്കണം. ഞാൻ ആദ്യം പറഞ്ഞു, കുടുംബജീവിതത്തെ കുറിച്ച് തന്നെ കുടുംബജീവിതക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കത്താണ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു എഴുത്താണ്. നമ്മൾ പ്രിയപ്പെട്ടവർക്ക് പണ്ട് കാലങ്ങളിൽ എഴുത്തയക്കുമായിരുന്നു പ്രിയപ്പെട്ടവർക്ക്. ഇപ്പോൾ അത് വാട്സപ്പില് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തന്നെയും പിതാവായ ദൈവത്തിന് തന്റെ മക്കളെ അറിയിക്കാനായിട്ടുള്ള സ്നേഹത്തിന്റെ ഒരു എഴുത്ത്, വിശുദ്ധ ഗ്രന്ഥത്തെ അങ്ങനെ ഞാൻ പറയുമ്പോൾ അത് ആ ഗ്രന്ഥം എനിക്കും നിനക്കും വേണ്ടിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിലുള്ള നിനക്ക് എല്ലാ തരത്തിലുള്ള മൂല്യങ്ങളെയും പങ്കുവയ്ക്കുന്നതാണ്. നന്മ തിന്മകളെ കുറിച്ച് വ്യക്തമായി ബോധ്യം നൽകുന്നതാണ്. നിനക്കും നിന്റെ ജീവിത പങ്കാളിക്കും, നിനക്കും നിന്റെ മക്കൾക്കും ആധ്യാത്മിക ഉണർവ് നൽകുന്ന എല്ലാ തരത്തിലുമുള്ള അത്ഭുതങ്ങളെ, അനുഭവങ്ങളെ, ഉപദേശങ്ങളെ പങ്കുവയ്ക്കുന്ന വിശുദ്ധ ഗ്രന്ഥം. അത് വായിക്കണം. അത് വായിക്കണമെന്നല്ല, അത് ധ്യാനിക്കണം. വചനം പ്രാർത്ഥിക്കണം. വചനം പ്രാർത്ഥിക്കണം. അത്ഭുതം ഉണ്ടാകും. വചനം ഈശോയാണ്. ആദ്യം വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടുകൂടിയായിരുന്നു. ദൈവമായിരുന്നു വചനം. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1-ാം വാക്യം. ആ വചനമാണ് മാംസം ധരിച്ചത്. വചനം ഈശോയാണ്. ആ ഈശോയിലാണ് നാം വചനത്തിൽ കാണുന്നത്. കുടുംബജീവിതക്കാർക്ക് വേണ്ടിയിട്ടുള്ള കത്താണെന്ന് പറയുമ്പോൾ ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായം മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ, 73 പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഇതിലൊക്കെയും കുടുംബജീവിതക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കുടുംബജീവിതക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് വചനപാരായണം, വചനധ്യാനം എല്ലാ ദിവസവും, അത് ശ്വാസോച്ഛ്വാസം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വചനവായനയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആത്മീയ അല്ലെങ്കിൽ ഭക്ത പ്രകടനങ്ങൾ സാധിക്കുന്നെങ്കിൽ അതൊക്കെ സ്വന്തമാക്കണം. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക മാധ്യസ്ഥം നല്ലതാണ്. പരിശുദ്ധ അമ്മ നമ്മൾ ഒരുപാട് സഹായിക്കുന്ന വ്യക്തിയാണ്. ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാൻ ഈശോ പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. കുടുംബജീവിതക്കാർക്ക് ഏറ്റവും ആശ്രയിക്കാൻ പറ്റിയ ഒരു ഇടമാണ് പരിശുദ്ധ അമ്മയുടെ ഇടം. അമ്മയോട് പ്രാർത്ഥിക്കണം. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. ഒരു കൊന്ത നിങ്ങൾ സ്വന്തമാണ്. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. അതിന് പ്രത്യേക സമയവും കാലവുമില്ല. സമയം ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം. വണ്ടിയായി യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം. ഒത്തിരി യാത്ര ചെയ്യുന്നവരാണ്. വീണ്ടും ഞാൻ എടുത്തു പറയാം, ഒത്തിരി യാത്ര ചെയ്യുന്നവരല്ലേ, നമുക്ക് കൊന്ത ചെയ്യാൻ ഒരു പ്രത്യേക സന്ധ്യാപ്രാർത്ഥന, കൊന്ത പ്രാർത്ഥന എന്നാണ് ചില. ആ സമയം കഴിഞ്ഞാൽ പിന്നെ ചെല്ലുന്നത് അതല്ല. ഏത് സമയത്തും നമുക്ക് കൊന്ത പ്രാർത്ഥന ചെല്ലാമല്ലോ. മഹിമയുടെ രഹസ്യങ്ങൾ, ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ, സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ, പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ സഭ ധ്യാനിക്കാൻ ഭക്താഭ്യാസങ്ങൾ നൽകുമ്പോൾ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അടിത്തറ പാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെയുള്ള ആത്മീയ അഭ്യാസങ്ങൾ നമ്മളെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് ഉയർത്തും.
തിന്മ കടന്നു വരില്ല, തിന്മയ്ക്ക് സാധ്യതയില്ല, അതിനെ അടച്ച് പൂട്ടും എന്നുള്ള വലിയ ഒരു സത്യമാണ്. നമ്മളവിടെ പ്രാർത്ഥനയിൽ ഒന്നിക്കണം. തോബിത്തിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 7-ാം വാക്യം, ആദ്യ രാത്രിയിൽ തന്നെ, വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ തന്നെ കിടക്കപ്പായിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന തോബിയാസിനെയും ഭാര്യ സാറായും കാണുന്നുണ്ട്. മനോഹരമായ പ്രാർത്ഥനയാണ്. ഇവർ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ ഇവളെ, തോബിയാസ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, മറിച്ച് നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കുണ്ടാകണമേ. ഇവളോടൊപ്പം വാർദ്ധക്യം വരെ എത്താൻ എന്നെ നീ അനുഗ്രഹിക്കണമേ. അപ്പോൾ അവൾ പറഞ്ഞു, ആമേ. മനോഹരമായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കണം. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 5 തുടങ്ങിയിട്ടുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ രണ്ടുപേരെ കാണുന്നുണ്ട്. സഖറിയ എലിസബത്ത് ദമ്പതികളാണ്. സഖറിയ എലിസബത്ത് ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. സഖറിയ പുരോഹിതനായിരുന്നു. പൗരോഹിത്യ വിധി പ്രകാരം ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ധൂപമർപ്പിക്കാൻ സാഹചര്യം ഒരുക്കി കിട്ടുമ്പോൾ ആ വ്യക്തിയുടെ പ്രാർത്ഥനയുണ്ട്, വ്യക്തിപരമായ പ്രാർത്ഥനയുമുണ്ട്, സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുമുണ്ട്. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം പ്രാർത്ഥിച്ചത് പ്രാർത്ഥന ഒരു കുഞ്ഞുണ്ടാകണം, പിന്നെ ജനത്തിന് രക്ഷകനെ കിട്ടണം. വ്യക്തിപരമായി പ്രാർത്ഥിച്ചു. സഖറിയയുടെ പ്രാർത്ഥന, എലിസബത്തിന്റെ പ്രാർത്ഥനയുണ്ട്. അവൾ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ നിയമങ്ങളും പ്രമാണങ്ങളും ഒക്കെ വള്ളിപ്പുള്ളി വിടാതെ അനുസരിച്ച ഒരു കുടുംബം, പ്രാർത്ഥനയുടെ കുടുംബമാണ്. അങ്ങനെ പ്രാർത്ഥന ദൈവം കേട്ടു. ഒരു പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കൾ, അന്ന യോവാക്കീം ദമ്പതികൾ, അവർ പ്രാർത്ഥിച്ചു കിട്ടിയ കുഞ്ഞാണ് പരിശുദ്ധ അമ്മ. നമ്മൾ പ്രാർത്ഥിക്കണം. കുടുംബജീവിതത്തിൽ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. എല്ലാ വേദനകളെ പരിഹരിക്കാനായിട്ടുള്ള ഇടം. അതുകൊണ്ട് കർത്താവിന്റെ മുമ്പിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂടണം. സഭ നിഷ്കർഷിക്കുന്ന, വൈദികർ ഉപദേശിക്കുന്ന എല്ലാ ഭക്താഭ്യാസങ്ങളും ചെയ്യണം. വിശുദ്ധ കൂദാശയിൽ ആദ്യന്തം പങ്കെടുക്കണം, ധ്യാനിക്കണം, സമയം അതിനുവേണ്ടി മാറ്റിവെക്കണം. മറ്റെന്തുണ്ടെങ്കിലും ഇതിനൊക്കെയായിട്ട് സമയം കൊടുക്കുമ്പോൾ നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടാവും. കർത്താവ് ഇറങ്ങി വരും. അവനെ മുഖാഭിമുഖം കാണാൻ പറ്റും എന്നുള്ള ചിന്തയാണ്, പ്രാർത്ഥനയാണ്. ഒപ്പം അവസാനിപ്പിക്കുന്നതിന് മുൻപ് പ്രിയമുള്ളവരെ, കുടുംബം എന്നുള്ളത് സഭയുടെ ചെറിയൊരു പതിപ്പാണ്. സഭ വളരുന്നത് കുടുംബത്തിൽ നിന്നാണ്. ആദിമ സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ കുടുംബങ്ങളിലാണ് വളർച്ച, കുടുംബങ്ങളിലാണ് അവർ ഒന്നിച്ചു കൂടിയത്. വലിയ പള്ളികളൊക്കെ വരുന്നതിന് മുമ്പ് അവർ കുടുംബങ്ങളിൽ ഒന്നിച്ചു കൂടി. അപ്പസ്തോല പ്രവർത്തനം 2:42 അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, പ്രാർത്ഥന, കൂട്ടായ്മ, അപ്പം മുറിക്കൽ ഇവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. എവിടെ? കുടുംബങ്ങളിൽ. അപ്പം ഇവിടെ സഭയുടെ ഒരു ചെറിയ പതിപ്പായിട്ട് കുടുംബത്തെ കാണാം. സഭ, കുടുംബം, വിളിക്കപ്പെട്ടവരുടെ കൂട്ടായ്മയാണ് സഭ. ദൈവം വിളിച്ചു ചേർത്തവരുടെ കൂട്ടായ്മയാണ് കുടുംബം. അപ്പൊ വിളിക്കപ്പെട്ടവരുടെ കൂട്ടായ്മ സഭ, കുടുംബം. ദൈവം വിളിച്ചു ആദത്തെ ഹവ്വായി. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ. മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ വീണ്ടും ദൈവം കുടുംബജീവിതാവസ്ഥയിലേക്ക് ആൾക്കാരെ വിളിക്കുന്നത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് പറയാനുള്ളത്, ഈ തലത്തിൽ ചിന്തിക്കുമ്പോൾ സഭയുടെ ചെറിയ പതിപ്പാണ് കുടുംബം, വിളിക്കപ്പെട്ടവരുടെ കൂട്ടായ്മയാണ് കുടുംബം. നീ സഹോദര സഹോദരി വിളിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടായ്മയാണ് കുടുംബം. രക്ഷിക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെടുക എന്ന് വെച്ചാൽ വിശുദ്ധിയിൽ വളരാൻ വിളിക്കപ്പെട്ടവരുടെ. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങളില്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ ആരെങ്കിലും വചനമനുസരിക്കാത്ത പക്ഷം നിങ്ങൾ നിഷ്കളങ്കമായ നടപടി കൊണ്ടവരെ തിരിച്ചു കൊണ്ടുവരണം. രക്ഷിക്കണം. മുടി പിന്നുന്നതോ മുടിയ വസ്ത്രം ധരിക്കുന്നതോ പോലെ ബാഹ്യമായതായിരിക്കരുത്, മറിച്ച് ആത്മീയ മനുഷ്യന്റെ ഒരു പ്രകടനം അവിടെ ആവശ്യമാണ്. ആത്മീയ മനുഷ്യൻ പ്രകടനം നടത്തണം. എന്റെ നിഷ്കളങ്കമായ പെരുമാറ്റത്തിലൂടെ ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരണം, അവനെ വിശുദ്ധീകരിക്കണം. ഭർത്താക്കന്മാരെ, ഭാര്യമാർ ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്നുള്ള നിലയിൽ അവളോട് നീ വിവേകപൂർവ്വം പെരുമാറണം. അവളെ നീ വിശുദ്ധീകരിക്കണം, രക്ഷിക്കണം. ദൈവത്തിന്റെ മുമ്പിൽ ഭാര്യ ഭർത്താവൊക്കെ സമന്മാരാണ്. ഒരിക്കൽ പുരുഷനിൽ നിന്ന് സ്ത്രീ ഉണ്ടായെങ്കിൽ ഇപ്പോൾ സ്ത്രീയിൽ നിന്നാണ് പുരുഷൻ ഉണ്ടാവുന്നത്. നാം ചിന്തിക്കണം. അപ്പോൾ സമന്മാരാണ്. നമ്മളെല്ലാം ഒരുപോലെയുള്ളവരാണ്, ഒരു വ്യത്യാസമില്ല. ദൈവത്തിന് മുമ്പിൽ നമ്മളെല്ലാം ഒന്നുപോലെയാണ്. ഇനി അവിശ്വസ്തതയുടെ കാര്യത്തിൽ പോലും ആണെങ്കിൽ ഒരാൾ അവിശ്വസ്തത കാണിച്ചാൽ പോലും ആ കടമയിൽ നിന്ന് മാറാൻ നമുക്ക് അനുവാദമില്ല.
അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മൂലം രക്ഷിക്കപ്പെടണം. അവിശ്വാസിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവ് മൂലം രക്ഷിക്കപ്പെടണമെന്നാണ് സഭ പഠിപ്പിക്കുക, വചനം പഠിപ്പിക്കുന്നത്. അത് രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹമാണ്, വിളിക്കപ്പെട്ടവരുടെ സമൂഹമാണ്, രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹമാണ്. ഇത് ഉടമ്പടിയുടെ സമൂഹമാണ്. പഴയ നിയമ ജനത്തെ, ഇസ്രായേൽ ജനവും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ഹോസിയ പ്രവാചക പുസ്തകം 2-ാമത്തെ അധ്യായം പഠിപ്പിക്കുന്ന പ്രകാരം ഇതൊരു ഉടമ്പടിയുടെ, വിവാഹ ജീവിതത്തിന്റെ, വിവാഹ ഉടമ്പടിയുടെ ബന്ധത്തിലാണ് കാണുന്നത്. ദൈവം ഭർത്താവും ഇസ്രായേൽ ഭാര്യയും. അവർ ഉടമ്പടി എങ്ങനെയാണ്? നിങ്ങൾ എന്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവ് ഭാര്യയുടേതുമായിരിക്കും. ആ ഒരു ഉടമ്പടി പാലിക്കാൻ തയ്യാറാവണം. വിളിക്കപ്പെട്ടവരുടെ സമൂഹമാണ്, മറക്കരുത്. ദൈവം വിളിച്ചു ചേർന്നതാണ്, മറക്കരുത്. രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹമാണ്, മാറാൻ പാടില്ല. ഇത് ഉടമ്പടിയുടെ സമൂഹമാണ്, മറക്കാൻ പാടില്ല. ഇത് കർത്താവിന്റെ മുന്തിരിത്തോട്ടമാണ്. യെശയ്യായുടെ പ്രവചനം 5-ാം അധ്യായം 1-ാം വാക്യം. സഭ കർത്താവിന്റെ മുന്തിരിത്തോട്ടമാണ്. മുന്തിരിത്തോട്ടം ഇവിടെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സഭ കർത്താവിന്റെ മുന്തിരിത്തോട്ടമാണ് യെശയ്യാ 5:1 പറയുന്നു. ആ മുന്തിരിത്തോട്ടത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും തമ്പുരാൻ ചെയ്തിട്ടുണ്ട്. യെശയ്യാ 5:4 പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കുടുംബങ്ങളും മുന്തിരിത്തോട്ടങ്ങളാണ്. ആ മുന്തിരിത്തോട്ടത്തിലെ കർഷകരാണ് ഭാര്യ ഭർത്താവും ഒക്കെ, മാതാപിതാക്കള്. ഈശോയെ അടിസ്ഥാനം ശരിയാക്കി കുടുംബം വളരണം. ഇത് കർത്താവിന്റെ മുന്തിരിത്തോട്ടമാണ്. നമ്മളൊരു തീർത്ഥാടക സമൂഹമാണ്. മറ്റ് ഒരു പ്രീ ഓക്കുപേഷൻസും ഇല്ലാതെ ദൈവത്തെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്നവർ. പ്രാർത്ഥനയിൽ, ആത്മീയ ചിന്തയിൽ, ആത്മീയ വ്യാപാരത്തിൽ എനിക്ക് ലഭിച്ച എന്റെ ജീവിത പങ്കാളിയും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് തമ്പുരാൻ ദാനമായി തന്ന മക്കളുമായി ചേർന്ന് ഒരു യാത്ര ദൈവത്തെ ലക്ഷ്യമാക്കി, സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു. അതിന് വിശുദ്ധരുടെയും മറ്റുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥന സ്വീകരിച്ച് അതിശക്തമായ ഒരു യാത്ര, മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ, വിശുദ്ധ ഔസേപ്പിതാവിന്റെയും ശ്രേഷ്ഠരായ നമ്മുടെ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെയും ഒക്കെ മാധ്യസ്ഥ വ്യാപിച്ചുകൊണ്ട് ഒരു തീർത്ഥാടക സമൂഹം എന്ന രീതിയിൽ ഒരു യാത്ര തമ്പുരാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ്. ഇതൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അടിത്തറയായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. മകളെ, ഈ കേട്ട ക്ലാസ്സിലൂടെ നിങ്ങൾ കടന്നുപോയപ്പോൾ ഒരു ധ്യാനാത്മക ചിന്തയാണ് ഞാൻ പങ്കുവച്ചത്. പ്രത്യേകിച്ച് മാർപ്പാപ്പയുടെ ആ സ്നേഹത്തിന്റെ ആനന്ദം എന്ന ഗ്രന്ഥത്തെ ആധാരമാക്കി അച്ഛൻ മുമ്പോട്ട് പോയി. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തെ, ദൈവം നമുക്ക് നൽകുന്ന അവസരത്തെ, ഈ വിവാഹ ജീവിതം എന്ന അവസരത്തെ ഉപയോഗിക്കാം. എനിക്ക് പൗരോഹിത്യം ഒരു അവസരമാണ്, കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള അവസരമാണ്. ഒരു സന്യാസിനിക്ക് തന്റെ സന്യാസത്തിലെ ആ വ്രതത്രയങ്ങളിൽ നിന്നുള്ള അവസരമാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അതുപോലെ തന്നെ വളരെ പ്രത്യേകമായ കുടുംബജീവിതം ഒരവസരമാണ്. ആ അവസരം നീ പ്രയോഗിക്കണം. വീണ്ടും അച്ഛൻ നിർത്തുന്നതിന് മുമ്പ് മത്തായിയുടെ സുവിശേഷത്തിലെ 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്ന 2 ഭവനങ്ങൾ, പാറപ്പുറത്ത് പണിയപ്പെടുന്ന ഭവനം, പൂഴിപ്പുറത്ത് പണിയപ്പെടുന്ന ഭവനം. ശരിയായ പ്രയോഗത്തിലൂടെ, സ്വാതന്ത്ര്യത്തിന്റെ ശരിയായ ഉപയോഗത്തിലൂടെ പാറപ്പുറത്ത് പണിയപ്പെട്ട ഭവനം രക്ഷപ്പെട്ടു. അതിന്റെ ദുരുപയോഗത്തിലൂടെ മണൽപ്പുറത്ത് പണിയപ്പെട്ട ഭവനം നശിപ്പിക്കപ്പെട്ടു. നമുക്ക് ചിന്തിക്കാം, ഏത് തരത്തിൽ ഉപയോഗിക്കണം. നമുക്ക് അടിസ്ഥാനപരമായ വളർച്ച ഉണ്ടാകണമെങ്കിൽ ആത്മീയതയിൽ കാലൂന്നി വ്യക്തമായ നിയോഗങ്ങളിലൂടെ ദൈവത്തിലേക്ക് യാത്ര ചെയ്യാം. അതിനുള്ള വേദി നിങ്ങൾക്ക് തമ്പുരാൻ നൽകുമ്പോൾ സ്വീകരിച്ച് ദൈവത്തിന് ഹല്ലേലൂയ പറയാൻ, നന്ദി പറയാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാവട്ടെ. കുടുംബജീവിതത്തിൽ ദൈവം വസിക്കുന്നു. തന്റെ സ്തുതികളിൽ ദൈവം വസിക്കുന്നത് പോലെ, സങ്കീർത്തനം 22:3, തന്റെ സ്തുതികളിൽ ദൈവം വസിക്കുന്നത് പോലെ വിവാഹ ജീവിതത്തിന്റെ ആ വലിയ അത്ഭുതത്തിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ വലിയ അത്ഭുതത്തിൽ തൃത്വൈക ദൈവം വസിക്കുന്നു. വിവാഹ ജീവിതത്തിന്റെ ദേവാലയത്തിൽ ദൈവം വസിക്കുന്നു. ദൈവം വസിക്കട്ടെ. ദൈവം നിങ്ങളെ അത്ഭുതകരമായ പരിപാലനയുടെ വലം കൈയാൽ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും ദൈവം